മുംബൈയിൽ യാത്രാ ബോട്ടിൽ നാവികസേനയുടെ സ്പീഡ് ബോട്ട് ഇടിച്ച് ഉണ്ടായ അപകടത്തിൽപ്പെട്ടവരിൽ മലയാളി കുടുംബവും. കേരളത്തിൽ നിന്ന് വിനോദസഞ്ചാരത്തിന് എത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത്. മാതാപിതാക്കളെ കാണാനില്ല എന്ന ആശുപത്രിയിൽ ചികിത്സയിലുള്ള 6 വയസ്സുകാരൻ. ഇവർക്കായി മറ്റ് ആശുപത്രികളിൽ തെരച്ചിൽ നടക്കുന്നു. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, ഉള്ളിലേക്കുന്ന ഒരു സംഭവമാണല്ലോ ഇത്. മലയാളി കുടുംബവും പെട്ടുപോയിരിക്കുന്നു. ഒപ്പം 6 വയസ്സുകാരനായ മകൻ മാതാപിതാക്കളെ അന്വേഷിക്കുന്നു. വിശദാംശങ്ങൾ എന്താണ് അർജുൻ? മോത്തി, മലയാളി ദമ്പതികൾ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ്, ഒരു സംശയമാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. പ്രധാനമായിട്ടും ഉറാനിലെ, അതായത് നവി മുംബൈയിലെ ഉറാനിലുള്ള JNPT എന്ന് പറയുന്ന ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരു 6 വയസ്സുകാരനായിട്ടുള്ള കുട്ടി. ഈ കുട്ടി മലയാളിയാണ്. ഈ കുട്ടി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് തൻ്റെ അച്ഛനെയും അമ്മയും മാതാപിതാക്കളെ കാണാനില്ല എന്നുള്ളൊരു മൊഴി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് വേണ്ടി മറ്റ് ആശുപത്രികളിലെല്ലാം തന്നെ തിരച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദമ്പതികൾ എന്ന് പറയുന്നത്, ഈ കുടുംബം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നും വിനോദസഞ്ചാരത്തിന് വേണ്ടി മുംബൈയിലേക്ക് എത്തിയതാണ്. അതിനിടയിലാണ് ഇങ്ങനെ അതിദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയായിരുന്നു ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്നും എലിഫന്റ ദ്വീപിലേക്ക് യാത്ര തിരിച്ച യാത്രാ ബോട്ട് അത് നേവിയുടെ, നാവികസേനയുടെ ഒരു സ്പീഡ് ബോട്ട് വന്ന് ഇടിച്ചു കയറി അപകടത്തിൽപ്പെടുന്നത്. കൂട്ടിമുട്ടിയുണ്ടായ അപകടത്തിൽ 13 ജീവനാണ് ഇതുവരെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. 101 പേരെ രക്ഷപ്പെടുത്തിയതായിട്ടും നമുക്ക് ഔദ്യോഗിക വിവരമുണ്ട്. അത് 5-6 ആശുപത്രികളിലായിട്ടാണ് ഈ 101 പേരും ഉള്ളത്. അതുകൊണ്ട് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ, മലയാളിയായിട്ടുള്ള ദമ്പതികൾ മറ്റേതെങ്കിലും ആശുപത്രിയിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ആ കാര്യമാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് ആളുകളും, അവിടെയുള്ള മലയാളി കൂട്ടായ്മകളെല്ലാം തന്നെ ഈ കുട്ടിയുടെ സഹായത്തിനായിട്ടുണ്ട്. മറ്റ് തിരച്ചിൽ ദൗത്യമെല്ലാം തന്നെ ഏകോപിപ്പിക്കാൻ വേണ്ടി അവിടെ രംഗത്തുണ്ട്. എന്തായാലും വൈകാതെ തന്നെ ഇതിലൊരു ഉത്തരം നമുക്ക് ലഭിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ കുട്ടിയുടെ നില ഇപ്പോൾ തൃപ്തികരമാണ്. കുട്ടി ഉറാനിലുള്ള, നവി മുംബൈയിലെ ഉറാനിലുള്ള JNPT ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ കുട്ടിയാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് തൻ്റെ അച്ഛനെയും അമ്മയും ഈ ബോട്ടിൽ ഉണ്ടായിരുന്നു, പക്ഷേ അപകടത്തിന് ശേഷം ഇവരെ കാണാനില്ല എന്നുള്ള കാര്യം. കുട്ടി മലയാളിയാണ്. ഇവർ നാട്ടിൽ നിന്നും വിനോദസഞ്ചാരത്തിന് വേണ്ടി വന്നതായിരുന്നു. ഇപ്പോഴെന്തായാലും തിരച്ചിൽ, ഈ ദമ്പതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ മറ്റ് ആശുപത്രികൾ കേന്ദ്രീകരിച്ച് കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 13 പേര് തന്നെയാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ ആ ചിത്രങ്ങൾ, കുഞ്ഞിന്റെ ചിത്രങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്, പ്രേക്ഷകർ കാണുന്നുണ്ട്. ഇത് ആരാണെന്ന് എത്രയും പെട്ടെന്ന് തിരിച്ചറിയാനാകട്ടെ എന്ന് വിചാരിക്കുന്നു. ആ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ കുഞ്ഞിന്റെ ചിത്രങ്ങളും പങ്കുവയ്ക്കുന്നത്. 6 വയസ്സുകാരനാണ്, മലയാളി ദമ്പതികളുടെ മകനാണ്. ഉല്ലാസയാത്രയ്ക്കായി എത്തിയതാണ് എന്നാണ് അറിയുന്ന വിവരം. ഈ കുഞ്ഞിനെ അറിയുന്നവരുണ്ട് എങ്കിൽ ഒപ്പമുള്ളവർ ആരാണ് എന്ന് കണ്ടുപിടിക്കാനൊക്കെ എളുപ്പത്തിൽ കഴിയട്ടെ എന്ന് വിചാരിക്കുകയാണ്. അർജുൻ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും മോത്തി, നാവികസേനയും പോലീസും അന്വേഷണം നടത്തുന്നുണ്ട്. നിലവിലെന്തായാലും ഈ സ്പീഡ് ബോട്ട്, അതായത് നേവിയുടെ സ്പീഡ് ബോട്ട് ഓടിച്ച ആൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ആ അപകടം ഉണ്ടായത് നമുക്കറിയാം, നേവിയുടെ സ്പീഡ് ബോട്ട് ഈ യാത്രാ ബോട്ടിലേക്ക്, ഫെറിയുടെ മുൻഭാഗത്തിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ടുള്ളൊരു അപകടമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ആ സ്പീഡ് ബോട്ടിൻ്റെ ത്രോട്ടിൽ, സ്പീഡ് കൂട്ടുന്ന ഭാഗം, അത് നിയന്ത്രണം നഷ്ടപ്പെട്ട് നിയന്ത്രിക്കാൻ സാധിക്കാതെ നേരെ ഇടിച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ പോലീസിന് മുന്നിലുമുള്ളൊരു നിഗമനം എന്ന് പറയുന്നത്. അതിലെന്തായാലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പോലീസും നാവികസേനയും വ്യത്യസ്തമായിട്ട് തന്നെ 2 അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും ആ സ്പീഡ് ബോട്ട് ഓടിച്ച ആൾക്കെതിരെയും കേസെടുത്തിരിക്കുകയാണ് ഇപ്പോൾ. ശരി അർജുൻ.